ആർ.എൻ. വ്ളോഗ്സിൻ്റെ സംഗീത വിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് കീനൂർ ശിവക്ഷേത്രത്തിൽ. ആർ.എൻ. വ്ളോഗ്സിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് 6 കൊച്ചു കലാകാരന്മാരെയാണ്. കുറുങ്കുഴലിൻ്റെ കുഴൽപ്പറ്റ് അഥവാ കുറുങ്കുഴൽ അഥവാ കുഴൽപ്പറ്റിൻ്റെ ഇന്ന് അരങ്ങേറ്റം ഈ കീനൂർ ശിവക്ഷേത്രത്തിൻ്റെ കീനൂർ അനുഷ്ഠാന കലാക്ഷേത്രത്തിലാണ് ഇവർ സാധകം ചെയ്ത് പ്രാക്ടീസ് ചെയ്തു വന്നിരുന്നത്. അവരുടെ അരങ്ങേറ്റമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ഏതാനും സമയങ്ങൾക്ക് ശേഷം ആ ഒരു ധന്യമുഹൂർത്തത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ് കീനൂർ അമ്പലം. ഇന്നിവിടെ നടക്കുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് നവരാത്രി കാലങ്ങളിലുള്ള വളരെ പ്രാധാന്യമുള്ള ഈ ദിവസങ്ങളിൽ ഇന്നിവിടെ അരങ്ങേറാൻ പോകും. തുടർച്ചയായി 4 മാസം ഇടതടവില്ലാതെ ഈ 6 കുട്ടികൾ അവരുടെ തുടർച്ചയായ ക്ലാസ്സുകൾ സാധകം ചെയ്ത് അശ്രാന്ത പരിശ്രമത്തിലൂടെ ഇന്ന് അവരുടെ അരങ്ങേറ്റം കുറിക്കുകയാണ്. പ്രേംദാസ് എന്ന കുറുങ്കുഴൽ ആശാൻ്റെ ശിക്ഷണത്തിലാണ് ഈ 6 കുട്ടികളും. ഇന്നിവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കീഴൂട്ട് നന്ദകുമാർ എന്ന പ്രസിദ്ധനായ കുറുങ്കുഴലിൻ്റെ ആചാര്യനാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന കുറുങ്കുഴൽ പ്രമാണിയായി നിൽക്കുന്ന പാണ്ടിമേളം പഞ്ചാരിമേളത്തിൻ്റെ മുഖ്യ ധാരയിൽ നിന്ന് നേതൃത്വം നൽകുന്ന ഒരു വ്യക്തിയാണ് കീഴൂട്ട് നന്ദകുമാർ. അദ്ദേഹത്തിനെയും ഇവിടെ കാണാനുള്ള ഒരു അവസരം, ഒരു മഹാഭാഗ്യം നമ്മൾക്ക് ഈ ആർ.എൻ. വ്ളോഗ്സിലൂടെ ഈ കൊച്ചുകുട്ടികളുടെ ഈ കുരുന്നു മനസ്സുകളുടെ 4 മാസത്തെ അശ്രാന്ത പരിശ്രമത്തിലൂടെ ഇന്ന് അരങ്ങേറ്റം ഇവിടെ കുറിക്കുകയാണ്. ഇന്ന് ഇപ്പോൾ ഈ അരങ്ങേറ്റ ചടങ്ങിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രസിദ്ധരായ ഓരോരുത്തരെയും നമ്മൾക്ക് നേരിട്ട് പരിചയപ്പെടാം. ആദ്യം നമ്മൾക്ക് ഈ 6 കൊച്ചു കലാകാരന്മാരെ നമ്മൾക്ക് ആദ്യമായിട്ട് പരിചയപ്പെടാം. അതിനുശേഷം അവരുടെ ആരുടെ ശിക്ഷണത്തിലാണോ അവർ പഠിച്ച് ഇന്ന് ഇവിടെ അരങ്ങേറ്റം നടത്തുന്നത് പ്രേംദാസുമായിട്ട് നമ്മൾക്കൊരു കൂടിക്കാഴ്ച ഉണ്ടാവും. പരമപ്രഭോ ഹായ്. ഇവരാണ് നമ്മളുടെ കുറുങ്കുഴൽ ഇന്ന് അരങ്ങേറ്റം നടക്കാൻ പോകുന്ന ഇവരാണ്. അപ്പോൾ ഇവർക്ക് ചോദിച്ചു നോക്കാം. മോളെ എന്താ പേര്? ശ്രീയ. മോളുടെ പേര് നിരഞ്ജൻ. എത്ര നാളായി നിങ്ങൾ പ്രാക്ടീസ് തുടങ്ങിയിട്ട്? 3 മാസം. എല്ലാം പെർഫെക്റ്റായോ? ഓക്കെ ആയോ? എല്ലാവരും 3 മാസമായിട്ടുള്ളൂ? നിങ്ങൾ 6 പേര് അല്ലേ? ഇപ്പം ഇതിൽ നിങ്ങൾ എന്തെങ്കിലും വായിക്കുക? അതിൽ താളങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? കാലം അല്ലേ? ഇപ്പൊ നമുക്ക് ചെണ്ടമേളത്തിന്റെ ഒപ്പം നിന്ന് വായിക്കാനൊക്കെ പറ്റും. എന്താ കുഴൽപ്പറ്റ്? ഇത് കുറുങ്കുഴൽ എന്നല്ല പറയുന്നത്, കുറുങ്കുഴൽ. അപ്പൊ നമുക്ക് തൃശ്ശൂർ പൂരത്തിനൊക്കെ പോയാൽ വായിക്കാൻ പറ്റുമോ? അതെ, അല്ല, കുറുങ്കുഴൽ മേളത്തിന്റെ സപ്പോർട്ട് ചെയ്യുന്നതാണല്ലോ. ചെണ്ടയുടെ ഒരു കാലം മാറുമ്പോഴൊക്കെ ഇതാണല്ലോ അതിന്റെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇനി ഇത് തുടർന്ന് പഠിക്കണ്ട, ഇവിടെ പ്രാക്ടീസ് ചെയ്യണ്ട. ഇതിപ്പോ കീനൂർ അനുഷ്ഠാന കലാക്ഷേത്രത്തിന്റെ കീഴിലാണോ? അപ്പൊ ആരാ ആശാനാരാ? പ്രേമദാസ്. ഓക്കെ, ആളിവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം വന്നിട്ടുണ്ട് ഇവിടെ. നിങ്ങളെല്ലാവരും ഇവിടെ പൂക്കോട്ടുള്ളവരാ?
പുതുക്കാടാ? പുതുക്കാടിന് ഇവിടെ വന്നു നീ ഇത് പഠിക്കാൻ? മിടുക്കനാണല്ലോ. എത്ര ക്ലാസ്സിലാ? 6-ലായാ? ഇതിലും ഏറ്റവും ഉയരം കുറഞ്ഞത് നീ അല്ലേ? അപ്പൊ നമുക്ക് പെരുക്കല്ലെന്ന് അടിച്ചു പൊളിക്കല്ലെന്ന്. അപ്പൊ കാണാം. നമ്മളുടെ കൂടെ ഇന്ന് നിൽക്കുന്നത് പ്രേംദാസ് ആണ്. ഇന്ന് ഇവിടെ അരങ്ങേറ്റം നടക്കാൻ പോകുന്ന കുട്ടികളുടെ ഗുരുവാണ്. ഇപ്പോൾ 3 മാസമായിട്ടുണ്ട് ഇവർക്ക്. 4 മാസമായി. ഇവർ കുട്ടികളൊക്കെ നല്ല ഉഷാറായിട്ട് എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ 3 മാസം എന്നുള്ളൊരു കാലയളവ് എല്ലാ ദിവസവും ക്ലാസ് വെച്ച് നോക്കുമ്പോൾ വലിയ ബേസിക് ആയിട്ട് കാര്യങ്ങൾ ഇപ്പോൾ ഒരു അമ്പലത്തിലെ ക്ഷേത്ര ചടങ്ങുകളായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കുറുങ്കുഴൽ പറ്റ് എന്നുള്ള കലാരൂപമാണ് ഇപ്പോൾ ഇവർ അരങ്ങേറ്റം കഴിക്കാൻ പോകുന്നത്. കുറുങ്കുഴൽ ഉപയോഗിച്ചിട്ട് ക്ഷേത്ര ചടങ്ങുകളിൽ ഏറ്റവും വിപുലമായിട്ട് നടക്കുന്ന കുറുങ്കുഴലിന്റെ ഭാഗം അതാണ്, പറ്റാണ്. അതെ, കുറുങ്കുഴൽ വാദ്യോപകരണം. ഇത് നമ്മള് മെയിൻ ആയിട്ട് ഇപ്പൊ നമ്മൾ ഇതിന് ചെണ്ടമേളത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇതാണ്. അങ്ങനെയാണ് മുഖ്യധാരയിൽ കുറുങ്കുഴലിനെ കാണുന്നത്. ചെണ്ടമേളത്തിലാണ്. പഞ്ചാരി പാണ്ടി പോലുള്ള വലിയ മേളങ്ങൾക്കൊക്കെ കുറുങ്കുഴലിന്റെ സാന്നിധ്യം എല്ലായിടത്തും. ഓരോ കാലങ്ങളും അതൊക്കെ മാറുമ്പോ ശരിക്ക്, അതായത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വെസ്റ്റേൺ സിംഫണികളൊക്കെ കാണുമ്പോൾ, വലിയ സിംഫണികളെ കാണുമ്പോൾ ഒരു 2 സ്റ്റെക്ക് പിടിച്ചോ അല്ലെങ്കിൽ കൈ കൊണ്ട് ആംഗ്യം കാണിച്ച് അതിനെ കണ്ടക്ട് ചെയ്യുന്ന ഒരാളുണ്ടായിരിക്കും. അയാളുടെ ദൗത്യവും പിന്നെ വലിയ നീളമുള്ള സിംഫണികളൊക്കെ റിതമാറ്റിക് ആയിട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ സുഷിരവാദ്യോ അല്ലെങ്കിൽ ഒരു സ്ട്രിങ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് അതിൻ്റെ ഓളം അധികം ഇല്ലാത്തതായിരിക്കും റിതം സൈഡ്. ഇപ്പോൾ ധക് ധക് എന്നുള്ള സാധനം അതിൻ്റെ ഇടയിൽ ഗ്യാപ്പല്ലേ. അപ്പോൾ അതിനെ ഒരു മാല പോലെ പുറത്തിണക്കാൻ ഇതുപോലെയുള്ള ശബ്ദം കൊണ്ടേ സാധിക്കുള്ളൂ. അപ്പോൾ അവിടെ വയലിനോ ഫ്ലൂട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥലത്ത് നമുക്ക് ചെണ്ടമേളത്തിലാവുമ്പോൾ ചെണ്ട വലിയ ശബ്ദം ഉണ്ടാക്കുന്ന ഒരു ഉപകരണമാണ്. അപ്പോൾ അതിനോട് യോജിക്കാവുന്ന ഒരു ഉപകരണമായിട്ട് കാണുന്നത് കുഴൽ തന്നെയാണ്. നാദസ്വരത്തിന് അത്രയും ഒരു അതിൻ്റെ ശബ്ദം വളരെ സൗന്ദര്യമുണ്ട്, ലാളിത്യം കൂടുതലാണ്. നമ്മുടെ ശബ്ദം ഭയങ്കര ഷാർപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനോട് കിടപിടിക്കാവുന്ന ഒരു രീതിയിലാണ് ഈ ശബ്ദം. അതുകൊണ്ടായിരിക്കാം മേളത്തിലൊക്കെ കൂടുതൽ കുഴൽ ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ തൃശ്ശൂർ പൂരത്തിനൊക്കെ എന്താ പറയുക, പഞ്ചാരി മേളം അതുപോലെ പാണ്ടിമേളം ഇതിനൊക്കെ പ്രധാനമായിട്ടും ഈ ചെണ്ടയുടെ തൊട്ട് മുന്നിലായിട്ടാണ്, അതെ, അഭിമുഖമായിട്ടാണ് നിൽക്കുന്നത്. അത് ഈ കലാശങ്ങളെ കാണിക്കാനും അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമ്പോൾ ബാക്കി എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന രീതിയിൽ ആംഗ്യ ചലനങ്ങൾ കൊണ്ട് അവരെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നിൽക്കുന്നതെന്ന് തോന്നുന്നു. കാരണം ഇവരോടൊപ്പം ചേർന്ന് നിന്നാൽ മുമ്പിൽ എന്താ ചെയ്യണമെന്ന് നടക്കില്ലല്ലോ. അതുകൊണ്ടായിരിക്കാം അങ്ങനെ നടക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ ശരിക്കും വാദ്യം ഇത് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഈ സ്വരസ്ഥാനങ്ങൾ, അത് സാധാരണ നമ്മൾ സംഗീതം പഠിക്കുന്ന പോലെ തന്നെയാണ്, സപ്തസ്വരങ്ങൾ അങ്ങനെ. എന്താണ് ഇതിൻ്റെ ഭാഷ? കൃത്യമായിട്ടും കർണാടക സംഗീതം തന്നെയാണ്. ബാലപാഠങ്ങൾ മയമാളവിൽ പഠിച്ചു കൊടുക്കുന്ന കർണാടക സംഗീതം പഠിച്ചു കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾ വരിശകൾ പഠിച്ചു കഴിഞ്ഞാൽ ഗീതത്തിലേക്ക് എത്തി നിന്നിട്ടാണ് പറ്റ് തുടങ്ങുന്നത്. അല്ല, ഇതിലിപ്പോൾ നമ്മൾ സുഷിരവാദ്യം ഇതിലിപ്പോൾ എത്ര, ഒരു സുഷിരല്ല ഇതിനുള്ള ഒരു അല്ലല്ല, സപ്തസ്വരങ്ങളായിട്ട് 7 ഉണ്ട്. ഓക്കെ ഓക്കെ, ഞാൻ അത്ര അടുത്ത് ഇതിന് ഇതായിട്ടില്ല. അപ്പോൾ സരിഗമ പദനിസ 7 സ്വരങ്ങളും വായിക്കാം, ആരോഹണം അവരോഹണം, അല്ലാണ്ട് ഇത് സാധിക്കില്ല. അതെ ചോദിച്ചത്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നാദസ്വരം പോലെയുള്ള ഒരു സുഖം കുറവായിരിക്കും. കാരണം ഇവിടെ ഉപയോഗിക്കുന്ന തിമിരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അളവുണ്ട്. പിന്നെ ഊതി പഠിക്കുന്ന രീതി ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ചെണ്ടയോട് കിടപിടിക്കാവുന്ന രീതിയിൽ വലിയ ശബ്ദം ഉണ്ടാക്കിയിട്ടുള്ള രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ നിയന്ത്രിക്കുന്നത് അത്രയും എളുപ്പമല്ല. ഇപ്പോൾ പുതിയ തലമുറയിൽ, പഴയ തലമുറയിലെ കുറച്ച് പേരും ഒക്കെ ഇപ്പോൾ എൻ്റെ ആശാൻ കുട്ടപ്പടിക്കൻ ആശാൻ വലിയ നാദസ്വര വിദ്വാനായിരുന്നു. അദ്ദേഹത്തിന് ആ നാദസ്വരത്തിൻ്റെ ബേസ് ഉള്ളത് കൊണ്ട് അവരത് ചെയ്യുമ്പോൾ ആ രീതിയിലേക്ക് കൂടുതൽ എന്താ പറയുക ആഴത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റിയിരുന്നു. ഇപ്പോൾ ഈ നമ്മുടെ കേനൂര് അനുഷ്ഠാന കലാക്ഷേത്രത്തിൽ എത്ര വർഷമായിട്ട് പ്രേമുണ്ട് ഇപ്പോൾ ഇതിൻ്റെ കൂടെ? ഞാൻ 2002 മുതലാണ് കലാക്ഷേത്രത്തിൽ. ഇവിടെ തന്നെ പഠിച്ചതാണ്? ഇവിടെ തന്നെ പഠിച്ചത്. അപ്പം അന്ന് മുതൽ തന്നെ കുട്ടികൾ 2000 അവസാനം പഠിപ്പ് തുടങ്ങി. 2002 അരങ്ങേറ്റം കഴിഞ്ഞു. പിന്നെ ഇങ്ങനെ ആശാന്മാർ വരും, നമ്മൾ കൂടെ സാറ് ജീവിക്കായിരിക്കും, അങ്ങനെയായി. പിന്നെ ഇപ്പോൾ പഠിപ്പിച്ചു. എന്തായാലും പരിചയപ്പെടാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ കുട്ടികൾ, ശിഷ്യർ എല്ലാം നല്ല രീതിയിൽ ഇന്നിവിടെ അരങ്ങേറ്റം നടക്കട്ടെ. എന്താ പറയുക, നമ്മളുടെ കീനൂരപ്പൻ്റെ എല്ലാ ആശീർവാദത്തോടു കൂടിയിട്ട് ശരിയാണ്. ഈ പ്രേംദാസിൻ്റെ ഗുരുവാണ് ഈ കീഴൂട്ട് നന്ദകുമാർ. ഈ അവസരത്തിൽ അദ്ദേഹവുമായി ഒരു ചെറിയ ചർച്ച നിങ്ങൾക്ക് വേണ്ടി
RN വ്ലോഗ്സ് ഇവിടെ തയ്യാറാക്കും. നമസ്കാരം. ഇത് നമ്മളുടെ കൂടെ ഇപ്പോൾ ഇരിക്കുന്നത് സാക്ഷാൽ കീഴൂട്ട് നന്ദനൻ എന്ന് പറയുന്ന നമ്മളുടെ കുറുങ്കുഴലിൻ്റെ തൃശ്ശൂർ പൂരത്തിന് നമ്മൾ പ്രസിദ്ധമായ തൃശ്ശൂർ പൂരത്തിൻ്റെ മേളത്തിൻ്റെ പ്രമാണിയാണ് ആൾ. കുറുങ്കുഴൽ പ്രമാണിയായിട്ട് നിൽക്കുന്നത്. അതെന്ത് എത്ര വർഷമായിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു? ഞാനിപ്പോൾ തൃശ്ശൂർ പൂരത്തിന് ഞാൻ ഒരു കൊല്ലം എന്ന് പറഞ്ഞ് നമ്മൾ കണക്കൂട്ടിൽ ഞാൻ 5ൽ പഠിക്കുമ്പോൾ വിദ്യ തുടങ്ങിയതാണ്. സ്കൂളിൽ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവിടുന്ന് അന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യം, വീട്ടിലെ കഷ്ടപ്പാട്, ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് തന്നെ അച്ഛൻ്റെ കൂടെ പറ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇതൊന്ന് പഠിക്കുന്നതിന് മുമ്പ് ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയ ആളാണ്. ശബ്ദമൊക്കെ ഒന്ന് റെഡിയാക്കി അങ്ങനെ ഫീൽഡിലേക്ക് ഇറങ്ങി പറക്കി പോകാൻ ആളില്ലാണ്ടൊക്കെ ആകുമ്പോൾ അങ്ങനെ അച്ഛൻ്റെ ഇതിൽ പോവും. അങ്ങനെ 2 3 കൊല്ലമൊക്കെ ഇങ്ങനെ പറയും കാര്യങ്ങൾ. പിന്നെ അത്യാവശ്യം പിന്നെ സ്കൂൾ പഠിപ്പൊക്കെ പിന്നെ 5ൽ 6 കൂടിയിട്ട് നിർത്തേണ്ട വന്നു. സ്കൂളിലേക്ക് പോകണമെന്നില്ല. പിന്നെ പരിപാടിക്ക് ഈ കാലോടുള്ളൊരു സ്നേഹം കാരണം പിന്നെ സ്കൂൾ പഠിപ്പ് പിന്നെ നമുക്കൊന്നും വരാനൊന്നും അറിയില്ലല്ലോ. ആരുടെ ശിക്ഷണത്തിലാണ്? ഞാൻ അച്ഛൻ തന്നെയായിരുന്നു ആദ്യം. അച്ഛനായിരുന്നു എൻ്റെ ആദ്യം. അച്ഛൻ വെളപ്പായ ഉണ്ടിന്നായിരുന്നു പറയും. തിരുവമ്പാടി പ്രമാണിയായിരുന്നു, കുറുങ്കുഴലിൻ്റെ പ്രമാണിയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ 2015 വയസ്സിൽ ഞാൻ കൊമ്പത്ത് കുട്ടപ്പണിക്കൽ, അത് നമ്മുടെ പെരുവനം അപ്പുമാരാറിന് പറഞ്ഞൊരു അദ്ദേഹത്തിൻ്റെ അദൃശ്യമായി അദ്ദേഹത്തിൻ്റെ ഒരു മേളത്തിന് പോകേണ്ടി വന്നു. എന്തോ ഒരു നിയോഗം പോലെ പഴങ്ങാമ്പറമ്പിൽ 3 മണിക്കൂർ പഞ്ചാരി മേളത്തിന് യാദൃച്ഛികമായിട്ട് അദ്ദേഹത്തിന് മുമ്പിൽ, പ്രമാണി എന്ന് പറയാൻ പറ്റില്ല, മുമ്പിൽ നിന്ന് മേളം കഴിക്കേണ്ട ഒരു സാഹചര്യം വന്നു. അന്ന് അദ്ദേഹം എന്നെ വിളിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, നാളെ എൻ്റെ വീട്ടിലേക്ക് വന്ന് ഞാൻ നിന്നെ ഒരാളായിട്ട് കൊണ്ടാക്കാം എന്ന് പറഞ്ഞ് അപ്പുമാരും മുഖാന്തരം, പെരുമന അപ്പുമാരും മുഖാന്തരം കൊമ്പത്ത് കുട്ടപ്പണിക്കാർ പല്ലാവൂർ പുരസ്കാര ജേതാവൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് 3 കൊല്ലം ഉപരിപഠനം കഴിച്ച് പാതിരിക്കോട്ടാവ് ക്ഷേത്രത്തിൽ കുറുങ്കുഴൽ പറ്റി ഇറങ്ങിയത്. തൃശ്ശൂർ പൂരത്തിന്റെ പ്രമാണി ഇതായിട്ട് എത്ര വർഷമായി? ഞാൻ 2010 പ്രമാണിയായത്. തുടർച്ചയായിട്ട് തന്നെ തുടർച്ചയായിട്ട് കഴിഞ്ഞ 24 വരെ തുടർച്ചയായിട്ടുണ്ട്. പിന്നെ പല സ്ഥലങ്ങളിലും അതേമാതിരി ഞാൻ 95-6 ഞാൻ ആദ്യമായിട്ട് ഞാൻ തിരുവമ്പാടിയിലായിരുന്നു ആദ്യം. അത് കഴിഞ്ഞ് 2 കൊല്ലം ഊതി. അപ്പം നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ മേളത്തിന് നിൽക്കുമ്പോൾ നമ്മൾ പ്രതിഫലത്തിൻ്റെ കേസല്ല. ഞാൻ എപ്പോഴും മേളം സ്വയം മേളത്തിനോട് ലയിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് 2 കൊല്ലം നിന്നപ്പോൾ എനിക്ക് അവിടെ പറ്റിയില്ല എന്നുള്ള നിലയ്ക്ക് ഞാൻ പോന്നു. അത് കഴിഞ്ഞ് 1 കൊല്ലം വെറുതെ ഇരുന്നു. അത് കഴിഞ്ഞ് കുന്നമ്പത്ത് ബാലകൃഷ്ണ മേനോൻ പ്രസിഡൻ്റായിരിക്കുന്ന കാലഘട്ടങ്ങളിൽ നമ്മുടെ പെരുവനം കുട്ടേട്ടൻ എൻ്റെ കൂടെ ഒരാളുണ്ട് ഈ മേളത്തിന് പറയുന്നത്. അപ്പം ഞാൻ 5, 6, 7 സ്ഥാനക്കാരനായിരുന്നു അവിടെ പാറമേക്കാവിൽ നിന്നപ്പോൾ. അപ്പോൾ അതൊരു അവിടുത്തെ ഒരു മേളത്തിന് പങ്കെടുത്തപ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭൂതി. അത് എന്താണെന്ന് അറിയില്ല, സ്ഥാനത്തിൻ്റെ പ്രത്യേകത. അതേമാതിരി ആശാനാണ് പ്രമാണി, കുട്ടപ്പണിക്കൽ തന്നെയായിരുന്നു ഒരു പ്രമാണി, കുറുങ്കുഴലിൻ്റെ പ്രമാണി. അന്ന് തൊട്ട് ഞാൻ മേളത്തിൽ നിന്ന് 2000 ഓരോരുത്തർ എല്ലാവരെയും പുറത്ത് നിന്നിട്ട് ഉള്ളിലേക്കായിരുന്നു. ഇപ്പോൾ ആശാനോടൊരു കാര്യം ചോദിക്കാനുള്ളത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ്. ഇതൊരു കുഴൽ വാദ്യോപകരണമാണല്ലോ ശരിക്കും. അപ്പോൾ ഇതിൻ്റെ നമ്മൾ മേളത്തിൽ നമ്മുടെ പഞ്ചാരി മേള ആയിക്കോട്ടെ, പാണ്ഡ്യമേള ആയാലും ഇതിൻ്റെ ഈ കുറുങ്കുഴലിൻ്റെ പ്രാധാന്യം എന്താണ് ശരിക്ക്? കുറുങ്കുഴലിൻ്റെ മേളത്തിന് ഉരുട്ടിച്ചണ്ട പ്രമാണി മുമ്പിൽ നിൽക്കുന്ന ഉരുട്ടിച്ചണ്ട അഭിമുഖമായിട്ടാണ് കുറുങ്കുഴലിൽ നിൽക്കുക. ഈ കുറുങ്കുഴലിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മേളത്തിൻ്റെ കലാശ ക്ലിപ്തത വരുത്താൻ വേണ്ടി സിഗ്നൽ കാണിച്ച് ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ താളവട്ടത്തിലോ അല്ലെങ്കിൽ കലാശം എടുക്കേണ്ട സമയത്തൊക്കെ കുഴല് മിന്നി കലാശം എടുക്കണ ഒരു ഇതുണ്ട്. അത് അവർക്കൊരു സിഗ്നൽ കൊടുക്കണ അതിൻ്റെ ഒരു ഇതാണ് കുറുങ്കുഴലിൻ്റെ ഉത്തരവാദിത്തം. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മേളം തുടങ്ങുമ്പോൾ പറയും ഇത്ര 3 മണിക്കൂർ വേണം, 4 മണിക്കൂർ വേണം. ചിലപ്പോൾ സ്ഥലത്ത് ഈ പഞ്ചാരി 1.25 മണിക്കൂർ വേണ്ടി വരും, എല്ലാ കാലവും വേണ്ടി വരും. അപ്പം അതിനനുസരിച്ച് ആ സമയദൈർഘ്യത്തിനനുസരിച്ചിട്ടുള്ള കുഴൽ മിന്നി അതിൽ കലാശം എടുക്കേണ്ട ഒരു ബാധ്യതയാണ് കുറുങ്കുഴൽക്കാരന്.
അപ്പോൾ അതാണ് നമ്മൾ ഈ മേളം ഇങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ മുറുകിയ മേളത്തിൻ്റെ ഇടയിൽ ഈ കുറുങ്കുഴൽ വായിക്കുന്നവരിങ്ങനെ കുറച്ച് കുനിഞ്ഞുകൊണ്ട് കുമ്പിട്ട് അല്ലേ സുഗന്ധ കാണിച്ചു കൊടുക്കണത്. അത് മേളക്കാർക്ക് നമ്മള് ചെണ്ടക്കാർക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഇപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് ആദ്യകാലങ്ങളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ തെക്ക് ഭാഗത്തൊന്നും കുറുങ്കുഴലിന് അധികം പ്രാധാന്യം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്താ വെച്ചാൽ പിന്നിൽ നിൽക്കുന്ന വനന്തലക്കാരോട് ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് നടന്നത്. ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ കുറുങ്കുഴലില് ഇപ്പൊ ഒരു കണ്ണ് കാണാത്ത ഒരാളാണ് വനന്തല പിടിക്കാൻ പിന്നിൽ നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം നമ്മുടെ ആ വായിക്കണേന്റെ ആ കലാശത്തിന്റെ നമുക്ക് പ്രത്യേക ഒരു വായനയുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ഇവർക്കറിയാം കലാശം എടുക്കാറായി കൂട്ടി പിടിക്കാനും അറിയാം. അങ്ങനെയുള്ളൊരു പല ഇതിനുള്ള സാമ്യമുണ്ട്. ഇപ്പൊ ഇത് നമ്മളുടെ തെയ്യത്തിന് ഇത് നമുക്ക് കുറുങ്കുഴലിൽ ഉപയോഗിക്കും. ഇല്ല, കുറുങ്കുഴൽ തെയ്യത്തിന് ഈ മേളം കുറുങ്കുഴലിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറുങ്കുഴലിൻ്റെതായിട്ടുള്ള ഒരു സംഗതി ഉണ്ട്. അതായത് ഈ കുറുങ്കുഴലിന്റെ സംഗതി കുറുങ്കുഴൽ പറ്റാണ്, കുഴൽപ്പറ്റ് എന്ന് പറയും. അത് കുറുങ്കുഴൽ പറ്റാണ്. ഈ കുറുങ്കുഴലിന്റെ ആധികാരികമായിട്ട് സ്വയം ആയിട്ടുള്ളൊരു സംഗതി കുറുങ്കുഴൽ പറ്റാണ്. മേളത്തിനൊക്കെ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ആധികാരികമായിട്ട് അറിഞ്ഞ് ഓട്ടങ്ങൾ പങ്കെടുക്കാന്നുള്ള പരിപാടികളാണ് അതിന് നടക്കുന്നത്. ഇത് ഇപ്പോൾ ചെണ്ടയ്ക്കാണെങ്കിൽ തായമ്പ കൊട്ടും, മദ്ദളം ആണെങ്കിൽ കേളി കൊട്ടും, കൊമ്പ് അരങ്ങേറ്റം കഴിഞ്ഞാൽ കൊമ്പ് പറ്റുന്നതും. ഇപ്പൊ ഇവിടെ കുറുങ്കുഴൽ പറ്റാണ് അരങ്ങേറ്റം. അതിൽ കുറുങ്കുഴൽ പറ്റൂതിയിട്ടാണ് ഇവിടെ അരങ്ങേറ്റം നടത്തുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റി. അപ്പോൾ മാഷ് വളരെയധികം നന്ദി. സന്തോഷം. സമയം അനവധി കാര്യങ്ങളുണ്ട് കുറുങ്കുഴലിന്റെ കാര്യം. കുറച്ച് ചെറിയൊരു സാധനം ഇത് പഠിക്കാനും ഭയങ്കര ഒരു സംഗീത ഉപകരണമാണ്. അതായത് ഇത് സുഷിരവാദ്യമാണ്. 5 വാദ്യങ്ങളിലെ സുഷിരവാദ്യത്തിൽ പെട്ടൊരു വാദ്യമാണ് ഈ കുറുങ്കുഴൽ. അപ്പോൾ നമുക്ക് കുട്ടികളുടെ ചെറിയ കുട്ടികളുടെ എന്തായാലും അരങ്ങേറ്റം നടക്കാൻ പോവാണ്. അപ്പോൾ അവിടേക്ക് നമുക്ക് നീങ്ങാം. ഓക്കെ.
3